ഹലോ ഗുട്ടൻ ലാഗ്. ഇഷ് ഹൈസെ ബ്ലെസി ഫോൺ ജോവീസ് പെർഫെക്റ്റ് അക്കാദമി. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് നോമിനാറ്റീവ് ഉണ്ട് അക്യുസാറ്റീവ് ആണ്. അപ്പോൾ എന്താണ് ഈ നോമിനാറ്റീവും അക്യുസാറ്റീവും എന്ന് നമുക്ക് നോക്കാം. വാസ് ഇസ് ദർ നോമിനാറ്റീവ്. എന്താണ് നോമിനാറ്റീവ് എന്നാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. ഒരു സെൻറ്റൻസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ സബ്ജക്റ്റ് ആയിരിക്കും നമ്മൾ അതിലെ നോമിനാറ്റീവ് കേസ് എന്ന് പറയുന്നത്. അതായത് സുബ്ജക്റ്റ് സാറ്റ്സസ് എന്ന് പറഞ്ഞാൽ സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റ്. ഒരു വെർബിൻ്റെ അടുത്ത് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോഴാണ് നമുക്ക് സബ്ജക്റ്റ് കിട്ടുന്നതെന്ന് നോക്കാം. വെർ, ഓർഡർ, വാസ്, ആര് അല്ലെങ്കിൽ എന്ത്, ഈ രണ്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോഴാണ് നമുക്ക് ഒരു സബ്ജക്റ്റ്, അതായത് ഒരു സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റ് നമുക്ക് കിട്ടുന്നത്. ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ദർ ഹുണ്ട് ഷ്ലേഫ്റ്റ്. അതായത് ഷ്ലേഫൻ, ഷ്ലാഫനാണ് ഇവിടുത്തെ വെർബായിട്ട് വന്നിരിക്കുന്നത്. ദർ ഹുണ്ട് അനുസരിച്ച് കോൺജുഗേറ്റ് ചെയ്തിട്ടാണ് ഷ്ലേഫ്റ്റ് എന്ന് എഴുതിയിരിക്കുന്നത്. ഈ ഒരു വെർബിൻ്റെ അടുത്ത് നമ്മൾ ആര് അല്ലെങ്കിൽ എന്ത്, ഈ രണ്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കണം. അപ്പോഴാണ് നമുക്ക് ഇവിടുത്തെ നോമിനാറ്റീവ് കേസ് ഏതാണെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റുക. ഇപ്പോൾ ഇവിടെ ദർ ഹുണ്ട് ഷ്ലേഫ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഹുണ്ട്, ഡോഗ് ഉറങ്ങുന്നു. അവിടെ ആ ഒരു വെർബിൻ്റെ അടുത്ത്, ഷ്ലേഫ്റ്റ് എന്ന് പറഞ്ഞ വെർബിൻ്റെ അടുത്ത് ആര് ഉറങ്ങുന്നു എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അതിന് ആൻസർ ആയിട്ട് ദർ ഹുണ്ട് എന്നാണ് നമുക്ക് കിട്ടുക. അതായത് ആര് ഉറങ്ങുന്നു, ദ ഡോഗ്, അതാണ് അവിടുത്തെ ആൻസർ. ഡോഗാണ് ഉറങ്ങുന്നത്. അപ്പോൾ അതാണ് ഇവിടുത്തെ നോമിനാറ്റീവ് കേസ് എന്ന് പറയുന്നത്. അതായത് അവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ദർ ഹുണ്ടാണ്. അതാണ് ഇവിടുത്തെ നോമിനാറ്റീവ് കേസായി വരിക. ഒരു സെൻറ്റൻസ് എടുക്കുമ്പോൾ അതിലെ വെർബിൻ്റെ അടുത്ത് ചോദിക്കേണ്ട രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് വെർ, ഓർഡർ, വാസ് എന്നുള്ളത്. ആര് അല്ലെങ്കിൽ എന്ത്. ഇപ്പോൾ ഇവിടെ ഒരു ആള്, അതായത് ഒരു പട്ടിയാണ് ഇവിടെ എക്സാമ്പിളായിട്ട് വന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ദർ ഹുണ്ട് ഷ്ലേഫ്റ്റ്, ആര് ഉറങ്ങുന്നു എന്ന് ചോദിക്കുമ്പോൾ ദർ ഹുണ്ടാണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്. അതാണ് എന്ത് നോമിനാറ്റീവ് കേസ് എന്ന് പറയുന്നത്. ഇനി നോമിനാറ്റീവ് കേസിലെ ആർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മസ്കുലിൻ കേസ് വരുമ്പോൾ ബെസ്റ്റ് ആർട്ടിക്കിളിൽ ദർ ആണ് വരിക. മസ്കുലിനിൽ ദർ, ഫെമിനിൻ ആണെങ്കിൽ ദി, നൊയിട്രം ആവുമ്പോൾ ദസ്, പ്ലൂരലിൽ ദി. ദർ, ദി, ദസ്, ദി. ഇതാണ് നോമിനാറ്റീവ് കേസിലെ ബെസ്റ്റ് ഇൻറ്റർ ആർട്ടിക്കിൾ. ഇനി ബെസ്റ്റ് ഇൻറ്റർ ആർട്ടിക്കിൾക്ക് വരുന്ന സമയത്ത് ഐൻ, ഐനെ, ഐൻ. പ്ലൂറൽ കേസിൽ ഇവിടെ ബെസ്റ്റ് ഇൻറ്റർ ആർട്ടിക്കിൾ ഇല്ല. അതുകൊണ്ടാണ് ഇവിടെ ഒന്നും എഴുതാത്തത്. ഐൻ, ഐനെ, ഐൻ. ഇതാണ് മസ്കുലിനിൽ ഐൻ, ഫെമിനിനിൽ ഐനെ, നൊയിട്രം ഐൻ. ഇതാണ് ബെസ്റ്റ് ഇൻറ്റർ ആർട്ടിക്കിൾ വരുന്നത്. അതായത് നമ്മൾ ഇവിടെ ഈ ഒരു എക്സാമ്പിൾ എഴുതിയ പോലെ തന്നെ ദർ ഹുണ്ട് സ്ലീപ്റ്റ്, അത് ദ ഡോഗ് സ്ലീപ്പിംഗ്, അങ്ങനെ ഒരു ദ ഡോഗ് എന്ന് വന്നുകൊണ്ടാണ് നമ്മൾ ദർ ഹുണ്ട് എടുത്തേ. ഇനി ഒരു ഡോഗ്, ഒരു എന്നുള്ളൊരു മീനിങ് വരണമെങ്കിൽ നമ്മൾ ഇവിടെ ഐൻ ഹുണ്ട് സ്ലീപ്റ്റ് എന്ന് എഴുതാൻ. ഇനി അടുത്തതാണ് വാസ് ഇസ് ദർ അക്യുസാറ്റീവ്. എന്താണ് അക്യുസാറ്റീവ് കേസ് എന്ന് നോക്കാം. ഡിറക്റ്റസ് ഒബ്ജക്റ്റ്, അതിൻ്റെ അതായത് ഡയറക്റ്റ് ഒബ്ജക്റ്റിനെയാണ് നമ്മളിവിടെ അക്യുസാറ്റീവ് കേസിൽ പറയുന്നത്. അവിടെ ചോദിക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണ് വെൻ, ഓർഡർ, വാസ് എന്നുള്ളത്. അതതിൻ്റെ അർത്ഥം വരുന്നത് ആരെ അല്ലെങ്കിൽ എന്തിനെ. ആ രണ്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ഒരു വെർബിൻ്റെ അടുത്ത് ആരെ അല്ലെങ്കിൽ എന്തിനെ എന്ന് ചോദിക്കുന്ന സമയത്ത് കിട്ടുന്ന ആൻസർ ആയിരിക്കും അവിടുത്തെ അക്യുസാറ്റീവ് കേസ് എന്ന് പറയുന്നത്. ബൈഷ്പിയിൽ കൊടുത്തിട്ടുണ്ട് ഇഷ് സേ ദെൻ ഹുണ്ട്. ഞാൻ ഡോഗിനെ കാണുന്നു. അതാണ് ആ സെൻറ്റൻസിൻ്റെ മീനിങ് വരുന്നത്. ഇവിടുത്തെ നോമിനാറ്റീവ് കേസ് ഏതായിരിക്കും? ആ ഒരു വെർബ് സേൻ, കാണുക എന്ന് പറഞ്ഞ വെർബിൻ്റെ അടുത്ത് ആര് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്നാണ് അവിടുത്തെ ആൻസർ ആയിട്ട് വരിക. അപ്പോൾ അതാണെന്ത് ഇവിടുത്തെ നോമിനാറ്റീവ് കേസ്. ആര് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ, അതായത് ഇഷ് എന്ന് വരുന്നു, അത് നോമിനാറ്റീവ് കേസ്. ഇനി അക്യുസാറ്റീവിലേക്ക് വരുമ്പോൾ എന്താ, ആരെ എന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പം ഈ കാണുന്നത്, ആരെയാണ് ഞാൻ കാണുന്നത്, അതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. വെൻ സേ ഇഷ്, അപ്പം ആരെയാണ് ഞാൻ കാണുന്നത് എന്ന് പറയുമ്പോൾ ദെൻ ഹുണ്ട്, അതാണ് ഇവിടുത്തെ ആൻസർ വരുന്നത്. ഡോഗിനെയാണ് ഞാൻ കാണുന്നത്. അപ്പം അതാണ് എന്ത് ഇവിടുത്തെ അക്യുസാറ്റീവ് കേസിലേക്ക് വരിക. അപ്പോൾ ഇഷ് സേ ദെൻ ഹുണ്ട് എന്നുള്ളത് ദെൻ ഹുണ്ട് എന്നാണ് കൊടുത്തിരിക്കണേ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ദർ ഹുണ്ടായിരുന്നു, അത് അക്യുസാറ്റീവ് കേസിൽ ദർ എന്നുള്ള ആർട്ടിക്കിൾ ദെൻ ആയിട്ട് മാറും. അത് നമ്മൾ ആർട്ടിക്കിൾസ് പഠിക്കുന്ന സമയത്ത്, അതായത് മസ്കുലിനിൽ ദർ എന്നുള്ളത് ദേനായിട്ട് മാറി, ഫെമിനിനിൽ മാറ്റമൊന്നുമില്ല, ദീ തന്നെയാണ്. നൊയിട്രവും ദസ്, പ്ലൂരലും ദീ തന്നെ. അതായത് നോമിനാറ്റീവ് കേസിൽ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് ബാക്കി മൂന്നും വരുന്നത്. മസ്കുലിനിൽ മാത്രം ദർ എന്നുള്ളത് ദേനായിട്ട് കൺവേർട്ട് ആവും. അതുപോലെ തന്നെ ബെസ്റ്റ് ഇൻറ്റർ ആർട്ടിക്കിൾ എടുക്കുകയാണെങ്കിലും ഐൻ ആയിരുന്നു നോമിനാറ്റീവ് കേസിൽ, അത് അക്യുസാറ്റീവ് കേസിലേക്ക് വരുന്ന സമയത്ത് ഐനൻ എന്നാണ് പറയുക. അതുപോലെ ഫെമിനിനിൽ ഐനെ, നൊയിട്രോം, ഐൻ. ഈ ഒരു മൂന്നെണ്ണത്തിന് മാറ്റം വരില്ല. മാറ്റം വരുന്നത് മസ്കുലിൻ കേസാണ്. ദർ എന്നുള്ളത് ദേനാവും, അതുപോലെ തന്നെ ഐൻ എന്നുള്ളത് ഐനനായിട്ട് മാറും.
ഇനി കുറച്ച് വിഷ്ടികെ വെർബൻ, അതായത് കുറച്ച് അക്യുസാറ്റീവ് ഇമ്പോർട്ടൻറ്റ് അക്യുസാറ്റീവ് വെർബ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം കൊടുത്തിരിക്കുന്നത് ഹാബൻ ആണ്. ടു ഹാവ് എന്നുള്ള മീനിങ് ആണ് വരുന്നത്. ഇഷ് ഹാബെ ഐനൻ ഹുണ്ട്, എനിക്കൊരു നായ ഉണ്ട് എന്ന് പറയുന്ന സമയത്ത് ഇവിടെ എനിക്ക് ഉണ്ട്, എന്താണുള്ളതെന്ന് ചോദിക്കുമ്പോൾ ഡോഗാണുള്ളത്, അതാണ് ഇവിടുത്തെ അക്യുസാറ്റീവ് കേസ്. ഇനി ആർക്ക്, അതായത് ആരെന്നുള്ള കേസ് വരുമ്പോൾ ഞാനാണ് വരുന്നത്, അതുകൊണ്ട് അതാണ് ഇവിടുത്തെ നോമിനാറ്റീവ് കേസ്. ഇനി സേ എന്ന് പറഞ്ഞ വെർബ് എടുത്തു കഴിഞ്ഞാൽ സി സീറ്റ് ദെൻ ഫിലിം, അവൾ സിനിമ കാണുകയാണ്. ആ സേ എന്ന് പറഞ്ഞ വെർബിൻ്റെ അടുത്ത് ആര് കാണുന്നു എന്ന് ചോദിക്കുമ്പോൾ അവൾ, അതായത് സി ആണ് ആൻസർ വരുന്നത്. അപ്പോൾ അതാണ് എന്ത്, നോമിനാറ്റീവ് കേസ്. ഇനി അക്യുസാറ്റീവിലേക്ക് വരുമ്പോൾ അവൾ എന്താണ് കാണുന്നത്, എന്തിനെയാണ് കാണുന്നത് എന്ന് ചോദിക്കുമ്പോൾ ദെൻ ഫിലിം, ഫിലിമാണ്, സിനിമയാണ് അവൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെന്താണ്, ഇവിടുത്തെ അക്യുസാറ്റീവ് കേസാണ്. ഇനി അടുത്തൊരു വെർബ് എടുക്കുകയാണെങ്കിൽ കൗഫൻ, ടു ബൈ എന്നാണ് മീനിങ് വരുന്നത്. വിയർ കൗഫൻ ദസ് ഔട്ടോ, നമ്മൾ കാറ് വാങ്ങുകയാണ്. ഇവിടെ ആര് വാങ്ങുന്നു എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ, വിയർ ആണ് ഇവിടുത്തെ ആൻസർ വരുന്നത്. ഇനി എന്താണ് വാങ്ങുന്നതെന്ന് ചോദിക്കുമ്പോൾ ദസ് ഔട്ടോ, കാറിനെയാണ് വാങ്ങുന്നത്. അപ്പോൾ അതാണ് എന്ത്, ഇവിടുത്തെ അക്യുസാറ്റീവ് കേസ്. ഇനി അടുത്തൊരു വെർബാണ് ബ്രൗഹൻ. ബ്രൗഹൻ വെച്ച് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എർബ്രൗച്ച് ഐനെ പൗസെ, ബ്രൗഹൻ എന്ന് പറഞ്ഞാൽ ടു നീഡ്, ആർക്കാണ് ആവശ്യം, ആരെയാണ് ആവശ്യപ്പെടുന്നത്, അവനാണ് ആവശ്യപ്പെടുന്നത്. എറാണ് ഇവിടുത്തെ നോമിനാറ്റീവ് കേസ് വരുന്നത്. ഇനി ഐനെ പൗസെ, എന്തിനെയാണ്, ഒരു ബ്രേക്കാണ് അവന് ആവശ്യം. അപ്പോൾ അതുകൊണ്ട് അതാണ് എന്ത്, ഇവിടുത്തെ അക്യുസാറ്റീവ് കേസായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു സെൻറ്റൻസിൻ്റെയും എക്സാമ്പിൾ നോക്കാം. ദി ഫ്രൗ ബെസുഹ്റ്റ് ദേൻ ആർസ്റ്റ്, സ്ത്രീ ഡോക്ടറെ കാണാൻ പോകുന്നു. ഇവിടെ ബെസുഹൻ എന്ന് പറഞ്ഞ വെർബിൻ്റെ അടുത്ത് ആര് എന്ന് ചോദിക്കുമ്പോൾ ആരാണ് വിസിറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദി ഫ്രൗ, സ്ത്രീയാണ് വിസിറ്റ് ചെയ്യുന്നത്, അതാണ് എന്ത്, നോമിനാറ്റീവ് കേസ്. ഇനി ആരെയാണ് വിസിറ്റ് ചെയ്യുന്നത്, ഡോക്ടറിനെയാണ്. അപ്പോൾ അതാണ് ഇവിടുത്തെ അക്യുസാറ്റീവ് കേസ്. ആരെന്ന് ചോദിക്കുന്ന സമയത്ത് നമുക്ക് നോമിനാറ്റീവ് കേസ് കിട്ടും. ആരെ അല്ലെങ്കിൽ എന്തിനേന്ന് ചോദിക്കുമ്പോൾ അത് അക്യുസാറ്റീവ് കേസിലേക്കും വരും. ഇനി ദർ യുങ്ങെ ലീസ്റ്റ് ഐൻ ബുഹ്, ബോയ്, അതായത് ആ കുട്ടി ബുക്ക് വായിക്കുന്നു, അതാണ് ഇവിടുത്തെ മീനിങ്. ഇനി ആ വായിക്കുക, ലേസ് എന്ന് പറഞ്ഞ വെർബിൻ്റെ അടുത്ത് ആര് വായിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ദർ യുങ്ങേന് ആൻസർ ആയിട്ട് വരും, അതാണ് ഇവിടുത്തെ നോമിനാറ്റീവ് കേസ്. ഇനി എന്താണ് വായിക്കുന്നത്, എന്തിനെയാണ് വായിക്കുന്നത് ചോദിക്കുമ്പോൾ ഐൻ ബുഹ്, ബുക്കാണ് വായിക്കുന്നത്, അതുകൊണ്ട് ഇതാണ് എന്ത്, അക്യുസാറ്റീവ് കേസായിട്ട് വരുന്നത്. സാമൻ ഫാസും, അതായത് ഒരു കൺക്ലൂഷനിലോട്ട് വരികയാണെങ്കിൽ നോമിനാറ്റീവ് കേസിൽ ചോദിക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണ് വെർ അല്ലെങ്കിൽ വാസ്, ആര് അല്ലെങ്കിൽ എന്ത്. ഈ രണ്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്താണ് നോമിനാറ്റീവ് കേസിൽ ആൻസർ കിട്ടുന്നത്. അതുപോലെ തന്നെ ആ ഒരു സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റ് ആയിരിക്കും നമ്മൾ നോമിനാറ്റീവ് കേസിൽ പറയുന്നത്. ഇനി അക്യുസാറ്റീവിലേക്ക് വരുമ്പോൾ അവിടെ ചോദിക്കേണ്ട രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് വെൻ, ഓർഡർ, വാസ്, അതായത് ആരെ അല്ലെങ്കിൽ എന്തിനെ. ഇവിടെ കിട്ടുന്നത് ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആയിരിക്കും നമ്മൾ അക്യുസാറ്റീവ് കേസിൽ പറയുന്നത്. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മസ്കുലിൻ കേസിൽ മാത്രമാണ് ആർട്ടിക്കിളിന് ചേഞ്ച് വരുന്നത്. ബാക്കി മൂന്ന്, ഫെമിനിൻ ആയാലും നോയിട്രം ആയാലും പ്ലൂറൽ ആയാലും അക്യുസാറ്റീവ് കേസിലും നോമിനാറ്റീവ് കേസിലും രണ്ടിലും സെയിം ആണ് ആർട്ടിക്കിൾ വരുന്നത്. മസ്കുലിൻ കേസിൽ മാത്രം നോമിനാറ്റീവിൽ ദറാണെന്നുണ്ടെങ്കിൽ അത് അക്യുസാറ്റീവിലേക്ക് വരുമ്പോൾ ദേനാവും. അതുപോലെ തന്നെ ഐൻ, ഉൺബസ്റ്റ്യൻ്റെ ആർട്ടിക്കിൾ ഐൻ എന്നുള്ളത് അക്യുസാറ്റീവിലേക്ക് വരുമ്പോൾ ഐനനാവും. ഈ രണ്ട് കാര്യം മാത്രം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ കറക്റ്റായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഇതാണ് നോമിനാറ്റീവ് ഉണ്ട് അക്യുസാറ്റീവ് എന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. താങ്ക് യു.